യൂറോപ്യൻ ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ത്രൂ ബോൾ കൺവേർട്ട് ചെയ്ത പ്ലെയർ ഒരു 4 താരങ്ങളുടെ ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നട്ടും ഇവന്മാരൊക്കെ ഇപ്പോൾ ആ ലിസ്റ്റിലുണ്ടോ എന്നൊരു കാര്യമൊക്കെ നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ലിസ്റ്റിലേക്ക് കിടക്കാം. ഇതിൽ 4ാം സ്ഥാനത്തുള്ളത് നെയ്മർ ജൂനിയർ ആണ്. ഏകദേശം 112 കളികളിൽ നിന്ന് 79 ത്രൂ ബോളുകളാണ് നെയ്മർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെയ്മർ ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് പോയിട്ട് ഏകദേശം എത്രയായി? 2 വർഷത്തോളായില്ലേ? 2 വർഷം, ഇത് 3ാമത്തെ വർഷമാണ്. ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സീസൺ 3ാമത്തെ സീസണാണ് നെയ്മർ പോയിട്ട്. എന്നിട്ടും നെയ്മറിനെ ഓവർടേക്ക് ചെയ്യാൻ കൂടുതൽ താരങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. നെയ്മർ ആ ടോപ്പ് 4 ഇപ്പോഴും ഉണ്ട്. പിന്നെ ടോപ്പ് 3 ഉള്ളത് കെവിൻ ഡുബ്രൂനെയാണ്. 81 ത്രൂ ബോളാണ് 325 കളികളിൽ നിന്ന്. അപ്പോൾ നെയ്മർ 79ഉം ഡിബ്രൂനെ 81ആണ്. 2 എണ്ണത്തിന്റെ ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ കളികൾ നോക്കിക്കഴിഞ്ഞാൽ നെയ്മർ 112ആണ്, ഡിബ്രൂന് 325ആണ്. ഏകദേശം 200 കളിന്റെ ഡിഫറൻസ് അവിടെ ഉണ്ട്. അത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഇതിൽ 2ാം സ്ഥാനത്തുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. 84 ത്രൂ ബോളാണ് പുള്ളിക്കാരൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് 223 കളികളിൽ നിന്ന്. ഇനി ഇതിൽ 1ാം സ്ഥാനത്തുള്ളത് സാക്ഷാൽ ലിയണൽ മെസ്സി തന്നെയാണ്. 132 ത്രൂ ബോളാണ് മെസ്സി. അത് 196 കളികളിൽ നിന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗോൾ കോൺട്രിബ്യൂഷൻ ഒക്കെ നോക്കണം. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കളികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ത്രൂ ബോൾ കൊടുത്ത താരം അത് ഒന്ന് നെയ്മർ ജൂനിയറും മറ്റൊന്ന് ലിയണൽ മെസ്സിയുമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.